Hey guys, welcome back to my YouTube channel and welcome to another vlog. ഇന്നൊരു ചെറിയ ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ഇന്ന് നല്ലൊരു മഴ ദിവസമാണ്. ആ ചൂണ്ടിക്കാണിച്ച സ്ഥലമില്ലേ, അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഈ ചേഷ്ട കൊണ്ട് ഉദ്ദേശിച്ചത്. നല്ല മഴയുള്ള ദിവസമായതുകൊണ്ട് തന്നെ മുടി അഴിച്ചിടണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ പിന്നെ ഒന്ന് പിന്നിയിട്ടേക്കാമെന്ന് വിചാരിച്ചു. നല്ല രീതിക്ക് ലൂസായിട്ടാണ് ഞാൻ പിന്നിയിട്ടിട്ടുള്ളത്. മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ ഉള്ളില്ലാത്തത് നന്നായിട്ട് അറിയും. അപ്പോൾ നമുക്ക് അത് പാടില്ലല്ലോ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റൊക്കെ എടുത്തു. Punalur Kanyakumari passenger is just arriving on platform number 1. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് കന്യാകുമാരിയിലോട്ടാണ്. ഞാൻ ഒരുപാട് കാലമായിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കന്യാകുമാരി. ഞാൻ എൻ്റെ ലൈഫിൽ അധികം യാത്രകളൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് യാത്രാനുഭവ സമ്പത്തൊന്നും എനിക്ക് പറയാനില്ല. യാത്രകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വന്നിട്ടില്ല, അല്ലെങ്കിൽ അതിന് കൂടുതലായിട്ട് എഫേർട്ട് എടുത്തിട്ടില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പം പുതിയതായിട്ടുള്ളൊരു സിറ്റിയിൽ വേറെ ഫ്രണ്ട്സൊന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് വന്ന് താമസിക്കുമ്പോൾ കുറച്ചും കൂടിയൊക്കെ നമ്മുടെ കാര്യങ്ങൾ മാത്രം പ്രയോറിറ്റി ആയിട്ട് എടുക്കാനായിട്ട് കുറച്ച് എളുപ്പമാണ്. അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്ത എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു ഈ യാത്ര. ഒറ്റയ്ക്ക് പോകാൻ പേടിയില്ലേ എന്നൊക്കെ എന്നോട് ചിലരൊക്കെ ചോദിക്കാറുണ്ട്. ഒറ്റയ്ക്ക് പോകാൻ പേടിയൊക്കെ ഉണ്ട്, കാരണം എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ നല്ലൊരു പേടിത്തൊണ്ടയാണ്. പക്ഷേ നമ്മുടെ പേടിനേക്കാളും വലിയ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കുമ്പോൾ നമ്മൾ അത് തേടി പോവില്ലേ. ബൈ ദുബൈ നമ്മളീ പോകുമ്പോൾ വഴിയിലുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല പാടങ്ങളും തടാകങ്ങളും, ഒരു സൈഡിൽ നോക്കുമ്പോൾ തടാകം, അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ മല, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്സൊക്കെ നമുക്ക് ഈ പോകുന്ന വഴിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്സും കുറച്ച് കളർഫുള്ളായിട്ടുള്ള കാഴ്ചകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ട്രാവലാണ് ട്രിവാൻഡ്രം ടു കന്യാകുമാരി എന്ന് പറയുന്നത്. ഒരു 2-3 അവറിൻ്റെ യാത്രയാണ് നമുക്ക് വരുന്നത്. കന്യാകുമാരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സൺറൈസും സൺസെറ്റും കാണാമെന്നുള്ളതാണ്. പക്ഷേ സൺറൈസ് കാണാൻ ഞാൻ നിന്നില്ല, കാരണം അപ്പോൾ സ്റ്റേ എടുക്കണം. സ്റ്റേ എനിക്ക് അത്ര സേഫായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. വന്നിറങ്ങിയപ്പോഴേക്കും എനിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അധികമായിട്ട് ചൂടും വെയിലും ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. അതാണ് ഈ മുഖത്ത് നിങ്ങൾ കാണുന്നത്. കാരണം നട്ടുച്ചയ്ക്കാണ് ഞാൻ വന്നിറങ്ങിയത്. രാവിലെ അവിടെ നിന്ന് പോന്നിട്ട് ഉച്ചയ്ക്കാണ് ഞാൻ ഇവിടെ എത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞാൻ നടക്കുകയാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട്. ഒരു വാക്സ് മ്യൂസിയത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു 400 മീറ്റേഴ്സേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നോക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു മ്യൂസിയം കാണാം. അപ്പം ഞാൻ നടക്കാൻ തന്നെ വിചാരിച്ചു. ചൂടൊക്കെ ആണെന്നുണ്ടെങ്കിലും അവിടെ ഇറങ്ങി ഒരു 5-10 മിനിറ്റിനുള്ളിൽ എനിക്ക് ഓക്കെ ആയിരുന്നു ആ ചൂട്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്ത്യാസ് ഫസ്റ്റ് വാക്സ് മ്യൂസിയം എന്നാണ് ഇവരിതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം എത്രത്തോളമുള്ള ക്വാളിറ്റി ഡിസ്പ്ലേസ് ഉണ്ടാവുന്നു. ഞാനപ്പോൾ ഒരു 120 രൂപയുടെ ടിക്കറ്റാണ് എടുത്തത്. 400 രൂപയുടെ ടിക്കറ്റ് എന്തോ മറ്റോ ഉണ്ട്, എന്തോ കാർ ഡ്രൈവിങ്ങോ അങ്ങനെ എന്തോ ഓപ്ഷൻ ഉള്ളത്. ഞാൻ അതെല്ലാം എടുത്തത്, ബേസിക് ആയിട്ടുള്ളതാണ് എടുത്തത്. ആസ് ഐ എക്സ്പെക്റ്റഡ് ഒരു ലോ ടു മീഡിയം ക്വാളിറ്റി ഉള്ളൊരു സെറ്റപ്പാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവിടെ കുറച്ചധികം പ്രതിമകളൊക്കെ ഉണ്ട്. വലിയ തരക്കേടില്ലാത്ത സാമ്യം ഒക്കെ ഉള്ള പ്രതിമകളൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ച് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരു വാക്സ് മ്യൂസിയത്തിൽ കയറിയിട്ട്, അതുകൊണ്ട് എനിക്ക് സന്തോഷമൊക്കെ കുറച്ചൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെയൊക്കെ സ്റ്റാച്യൂസ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആയിരുന്നു പ്രതിമ അവിടെ ഉണ്ടായിരുന്നത്. സോ നമുക്ക് ഒബ്വിയസ്ലി കുറച്ച് മലയാളി ആയതുകൊണ്ട് സന്തോഷമൊക്കെ തോന്നുമല്ലോ. അങ്ങനെ അവിടെ കുറേ പേര് ഫോട്ടോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മളതെല്ലാം കണ്ട് അവിടെ കുറേ പെയിൻറ്റിങ്സും ഉണ്ടായിരുന്നു. ജസ്റ്റ് ഈ സ്റ്റാച്യൂസ് മാത്രമല്ല, പെയിൻറ്റിങ്സ് ഒക്കെ നോക്കി. 3D ആർട്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ എന്താണ് അവിടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ വാക്സിൻ്റെ ഒരു സംഭവം, പിന്നെ 3D വോൾ ആർട്ടും സംഭവങ്ങളൊക്കെയാണ്. 3D വോൾ ആർട്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തില്ല, എന്നാലും വലിയ കുഴപ്പമില്ല.
നമ്മൾ രാവിലെ ഒന്നും ഫുഡ് കഴിക്കാത്തതുകൊണ്ട് എനിക്ക് നല്ലോണം ക്ഷീണം പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രീറ്റിൽ കൂടെ തപ്പി ഇറങ്ങി. അങ്ങനെ പോണ വഴിയിൽ ഇങ്ങനെ ഒരു കവാടം കണ്ടു. മാതാവിൻ്റെ ഒരു പള്ളിയുടെയാണ്. അപ്പം ഞാൻ എൻ്റെ ദാഹവും വിശപ്പൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് പള്ളിയിൽ കയറാൻ തന്നെ വിചാരിച്ചു. മാതാവിൻ്റെ പള്ളിയായിരുന്നു. എനിക്ക് പള്ളി കണ്ടു കഴിഞ്ഞാൽ ഒരു കയറാനുള്ള ഒരു ത്വര വരും. പോരാത്തതിന് മാതാവിൻ്റെ പള്ളിയും കൂടി ആയതുകൊണ്ട് എനിക്ക് കയറാണ്ട് പോകാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ടായിരിക്കാം കേട്ടോ എനിക്ക് മാതാവിനോട് ഇത്രയും സ്നേഹം. പിന്നെ എൻ്റെ പേരിൽ തന്നെയുണ്ട് മാതാവ്. അപ്പം അറിയില്ല, എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഇവിടെ ഒരു ഗ്രോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ തമിഴിലാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കതൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പള്ളി കാണാനായിട്ടൊരു ചേലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നമ്മുടെ നാട്ടിലെ ഏതൊക്കെയോ പള്ളിയുടെ ഒരു ഫീൽ തോന്നി. കാരണം പുറത്തെ പള്ളികൾക്ക്, കേരളത്തിന് പുറത്തുള്ള പള്ളികളുടെ ഒരു രൂപത്തിലൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പുറത്തുനിന്ന് കണ്ടപ്പം എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. ഉള്ളിൽ കയറിയപ്പോൾ ചെറുതായിട്ടൊക്കെ, എന്നാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ പള്ളികളൊക്കെ ഉണ്ട്. സോ എനിക്കങ്ങനെ ഡിഫറെൻ്റായിട്ട് അധികമൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ അവിടുത്തെ വർക്കുകളൊക്കെ കുറച്ച് നേരം ഒന്ന് നോക്കി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ചുമ്മാ ക്യാമറ വെച്ച് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ശരിക്കും പ്രാർത്ഥിച്ചായിരുന്നു. നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ച് പുതിയൊരു പള്ളിയിൽ കയറി കഴിഞ്ഞാൽ 3 ആഗ്രഹം വെച്ച് പ്രാർത്ഥിക്കാം എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ പോട്ടെ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം നടക്കുമ്പം തന്നെ ബീച്ച് സൈഡാണല്ലോ. അപ്പം നമുക്ക് കാണാം ആ തിരുവള്ളവരുടെ സ്റ്റാച്ചു ഒക്കെ. കുറച്ച് വലിയ സ്റ്റാച്ചു ആണല്ലോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കടൽ, നല്ല പച്ചക്കടൽ, നിറയെ ബോട്ടുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്ന ഒരു കടൽ തീരം. ഞാൻ ക്യൂട്ടാണെന്ന് വിചാരിച്ചെടുത്ത പട്ടിയാണ്, പക്ഷെ കാണിച്ചത് കണ്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ദ കറി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് എത്തിയത്. ആൻഡ് ഭയങ്കര കത്തിയായിരുന്നു. ഫുഡ് അത്ര വലിയ നല്ല ഫുഡൊന്നും ആയിരുന്നില്ല. ഞാനൊരു മലബാർ ഫിഷ് കറിയും സ്റ്റീംഡ് റൈസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റീംഡ് റൈസ് വാസ് ബസ്മതി റൈസ്. സോ അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഡൈജസ്റ്റ് ചെയ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് ഉൾക്കൊള്ളാൻ. പിന്നെ നമ്മുടെ മലബാർ കറി എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നിയില്ല അത് മലബാർ ഫിഷ് കറിയാണെന്ന്. അങ്ങനെ അതൊക്കെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഫെറി കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ നിന്നു. വമ്പൻ ക്യൂ ആയിരുന്നു. ക്യൂ ഇല്ലാണ്ട് നമുക്ക് കയറാം. ക്യൂ ഇല്ലാണ്ട് കയറാനായിട്ട് 300 ആണ്. പക്ഷെ വൺ സൈഡ് മാത്രമേ ക്യൂ ഇല്ലാണ്ട് കയറാൻ പറ്റുള്ളൂ. തിരിച്ചു വരണമെങ്കിൽ ക്യൂ നിൽക്കണം. ജസ്റ്റ് 75 റുപ്പീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യൂ നിൽക്കണം എന്നേ ഉള്ളൂ. നമുക്ക് ഫെറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. അങ്ങനെ ആ ഒരു ടിക്കറ്റൊക്കെ എടുത്ത് ഞാൻ ക്യൂവിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഒരു കാണുന്ന സ്ഥലത്താണ് ഫെറി വരിക. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ പോലും കാണാൻ നല്ല രസമായതുകൊണ്ട് സമയം പോണത് അറിയില്ല. അങ്ങനെ പതുക്കെ പതുക്കെ ഓളം തെന്നി നമ്മുടെ ഫെറി ആയിരുന്നു. കണ്ടോ, ഈ ഫെറിയിലാണ് കേട്ടോ നമ്മൾ ആ അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്ന ഈ കണ്ട ആ ബ്രിഡ്ജും ടെമ്പിളും ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്തോട്ട്. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഒരു ഫെറിയിൽ കയറിയിട്ടുള്ളത്. ഐ വാസ് ഹാപ്പി. നമുക്ക് മറ്റേ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ലൈഫ് ജാക്കറ്റൊക്കെ മാറ്റി അതിട്ടിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ അത്ര സേഫായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയത് കൊണ്ടാണ്, അറിയില്ല. അങ്ങനെ നമ്മൾ ഫെറിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഗൈസ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഇടയ്ക്ക് വെച്ച് എന്തോ വൊമിറ്റിംഗ് സെൻസേഷൻ പോലെയൊക്കെ തോന്നി. പക്ഷെ അത് പെട്ടെന്ന് തന്നെ പോയി. എന്താ പറയുക, ഇങ്ങനെ ഈ നുരഞ്ഞു പൊന്തുന്ന തിരയുടെയൊക്കെ ഒരു രസമുണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ല. ഞാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നെനിക്കറിയില്ല. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഒരു 30 റുപ്പീസിൻ്റെ ടിക്കറ്റൊക്കെ എടുക്കണം. അങ്ങനെ അതെടുത്ത് കയറി നമ്മൾ ചെരുപ്പൊക്കെ ഊരിട്ടിട്ട് വേണം കയറാൻ. അങ്ങനെ കയറി മേലെ ടെമ്പിളിൻ്റെ ഉള്ളിലോട്ട് ഞാൻ കയറിയില്ലായിരുന്നു കേട്ടോ. ഇവിടെ ഇരുന്നേ ഞാനത് കണ്ടുള്ളൂ. പിന്നെ അപ്പുറത്തെ സൈഡും കുറച്ച് പോയി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞാൻ ഫോണൊക്കെ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നത് അങ്ങ് ആസ്വദിച്ചു. കാരണം
ഇങ്ങനെ ജസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ആസ്വദിക്കാൻ മറന്നു പോകുമല്ലോ. ഇനി ഞാൻ ഇങ്ങോട്ട് വരുമോയെന്ന് എനിക്കറിയില്ല. സോ ആസ്വദിക്കാൻ നമ്മൾ മറക്കരുതല്ലോ. അതുകൊണ്ട് ഞാൻ ഫോണൊക്കെ മാറ്റി വെച്ച് ഒരു മണിക്കൂറോളം ഞാൻ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തായിരുന്നു. എന്താണെന്നറിയില്ല, എനിക്ക് ഈ നുരഞ്ഞിങ്ങനെ പൊന്തുന്ന പതകൾ കാണാനായിട്ട് നല്ല കാണുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി നമ്മൾ സൺസെറ്റ് പോയിന്റിലോട്ട് പോവാണ്. ആ ഒരു സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ കന്യാകുമാരി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ കൂടെ വന്നിട്ട് പിന്നെ നമ്മൾ ബാംഗ്ലൂർ വിശേഷങ്ങളൊക്കെ കുറേ പറഞ്ഞു, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്ന് ഓരോ സ്നാക്സൊക്കെ വാങ്ങി കഴിച്ച് നമ്മളവിടെ ഇരുന്ന് സൊറ പറയുമായിരുന്നു കേട്ടോ. അതൊരു നല്ലൊരു ടൈം ആയിരുന്നു എനിക്ക്. അങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും സൺസെറ്റായി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റായിരുന്നു. മഴ കാറ് ചെറുതായിട്ടുണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ലാഞ്ഞിട്ടുള്ളൊരു സൺസെറ്റ് തന്നെയായിരുന്നു. പിന്നെ അവൾ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നായിരുന്നു കേട്ടോ, കുറച്ച് വീഡിയോയും ഫോട്ടോസും. അങ്ങനെ നമ്മൾ ആ ഒരു ബ്യൂട്ടിഫുൾ ഡേ, ആ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റോട് കൂടെ നമ്മൾ അവസാനിപ്പിച്ചു. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചിറങ്ങി. ബസ് സ്റ്റോപ്പ് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടിയായിരുന്നു. അവൾ തമിഴാണ്. സോ അവൾക്ക് അവിടെ നിന്നിട്ട് ചോദിച്ച് അവൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്നേക്കാളും. എനിക്ക് തമിഴ് അറിയാം, എന്നാലും നേറ്റീവ് ആൾക്കാർ സംസാരിക്കുന്ന പോലെ ആവില്ലല്ലോ. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ അവിടുത്തെ ബസ് സ്റ്റോപ്പിലോട്ടെത്തി. ബസ് സ്റ്റോപ്പല്ല, ബസ് സ്റ്റാൻഡിലോട്ടെത്തി. അവിടെ പോവാനായിട്ട് നമ്മുടെ മിന്നൽ ബസ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് പാലക്കാട് വരെ പോകുന്ന ബസ്സാണ് മിന്നൽ എന്ന് പറയുന്ന KSRTCയുടെ ബസ്. അപ്പം ഞാൻ അതിൽ കയറി ഞാൻ ട്രിവാൻഡ്രത്ത് ഇറങ്ങി. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ട്രിപ്പും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.